വെൽക്കം ടു ദ സതേൺ റൈവലറി. ചെന്നൈയിലെ മൊറീന അറീനയിൽ ചെന്നൈയിൻ FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടത്തിന്റെ കളമൊരുങ്ങുകയാണ്. ചെന്നൈയെ സംബന്ധിച്ച് 4-1-2-1-2 എന്ന ഫോർമേഷനിൽ ഒരു മികച്ച ആദ്യ 11 കൊണ്ടുവരുന്നു. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് 4-3-3 എന്ന ഫോർമേഷനിൽ സുന്ദര ഫുട്ബോളിന്റെ ആദ്യ പകുതിക്ക് തുടക്കമാകുന്നു. Come on India, let's football. Jesus ഹിമനസിന്റെ ടച്ചോടുകൂടി ഈ പോരാട്ടത്തിന് തുടക്കമാകുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ ഹൃദയത്തിൽ നിന്നും സ്വാഗതം ചെയ്യുന്നു. കമന്ററി ബോക്സിൽ ഞാൻ അജു ജോൺ തോമസ്, എന്നോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട മുൻ ഫുട്ബോളർ പരിശീലകൻ കൂടിയായ എബിൻ റോസ്. വലത് വിങ്ങിലൂടെ വീണ്ടും കോറോ ബോക്സിനുള്ളിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്ന കോറുവാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മത്സരത്തിന്റെ ആദ്യ 3 മിനിറ്റിനുള്ളിൽ തന്നെ ലീഡ് സമ്മാനിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹെസൂസ് ഹിമനാസ് തിരിച്ചു പിടിച്ച് പാനിഷ് കൈമാറുന്ന ലൂണയുടെ ത്രൂ ബോൾ. അവിടെ റിയാൻ എഡ്വാർഡ്സിന്റെ ഇന്റർസെപ്ഷൻ. മറുഭാഗത്ത് വീണ്ടും വിൽമർ ജോർഡൻ ത്രൂ ബോൾ. സ്പീഡി റൺ. ക്രോസ് കാംസിംഗ്. പക്ഷെ സച്ചിൻ സുരേഷ് ഭംഗിയായി അതിനെ കളക്ട് ചെയ്യുന്നു. വളരെ സ്പീഡി റണ്ണുമായി ഇർഫാനെ നമ്മൾ കണ്ടു. ക്രോസിന് ശ്രമിച്ചു, പക്ഷേ നന്നായി അതിനെ കളക്ട് ചെയ്ത് സച്ചിൻ. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഉഗ്രൻ ചാൻസ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. വീണ്ടും ഹെസൂസ് ഹിമനസിലേക്ക്. ഇത്തവണ പക്ഷെ നവാസ് അതിനെ രക്ഷപ്പെടുത്തിയെടുക്കും. ഫ്രീ കിക്കാണ് ചെന്നൈക്ക് അനുകൂലമായി. അവരുടെ കോർണർ ഷീൽഡ് അതിലേക്ക് തയ്യാറെടുക്കുന്നു. ഇർഫാൻ എദ്വാദിന്റെ ഓഫ് ദ ബോൾ റൺ കാണാം. ഒരു ക്രോസിന് ശ്രമിക്കുന്നു. ബ്യൂട്ടിഫുൾ സേവ്. ഒരു മനോഹരമായ ഹെഡർ, പക്ഷേ കൈവിടാതെ തട്ടി അകറ്റുന്നു അവിടെ സച്ചിൻ സുരേഷ്. ഒരു വിധത്തിലും അതിനെ കടത്തി വിടുന്നില്ല സച്ചിൻ. അജു, മനോഹരമായ ഒരു ക്വാളിറ്റി ഡെലിവർ, അതിമനോഹരമായ ഹെഡർ, അതിലും മനോഹരമായ ഉള്ളൊരു സേവ്. ഫറൂഖ് ആയിരുന്നാലും വിൽമർ ആയിരുന്നാലും ഈ ടീമിന് കളം മുഴുവൻ നിറഞ്ഞു നയിക്കുന്ന കോർണർ ഷീൽഡ് ആയിരുന്നാലും നോക്കുക, അവിടെ ഒരു ഫൗളിന്റെ ഒരു സാഹചര്യം. അതിനിടയിൽ ഡ്രിൻസിച്ച് ഒരു ഫൗളിന്റെ സാഹചര്യത്തിൽ പരിക്കേറ്റ് മൈതാനത്ത് വീണ് കിടക്കുന്നത് ഒരു ചർച്ചയിലേക്ക് പോവുകയാണ്. അജു, അവിടെ തീർച്ചയായിട്ടും വിൽമറിന്റെ ആ ഒരു പ്രകടനം കാണുമ്പോൾ ഒരു കാർഡിനുള്ള സാധ്യത ഉണ്ട്. ഐ തിങ്ക് റെഡ് കാർഡ്. വിൽമർ ജോർഡൻ ഒരു റെഡ് കാർഡിലേക്കാണ്. നിർണായകമായ ഒരു സാഹചര്യമാണ് ഓവൻ കോയലിനോ. മധ്യഭാഗത്തായി വീണ്ടും ഒരു ഫോർവേഡ് ബോൾ. അവിടെ അപകട സാധ്യത. സന്ദീപ് ക്രോസിന് ശ്രമിക്കുന്നു. ഉഗ്രൻ ചാൻസ് ആയിരുന്നു അവിടെ ചെന്നൈക്ക്, പക്ഷേ രക്ഷപ്പെടുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്രാംബില്ലയിലേക്ക് ഒരു സുവർണ അവസരം. മിലോസ് ഡ്രിൻസിച്ച്, ഹെസൂസ് ഹിമനാസ്, ക്വാമി പെപ്ര. Adrian Luna. Coro! ആദ്യ പകുതി അവസാനിക്കുവാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മറീന അറീനയിലേക്ക് ചരിത്രം തിരുത്തി എഴുതാനെത്തിയ പടക്കപ്പലിൽ നിന്നും ഇതാ രണ്ടാമത്തെ വെടിക്കെട്ട് വരികയാണ്. ഇത്തവണ scoring for Blasters and Kerala Blasters 2, Chennai 0. ഏതായാലും അതോടുകൂടി അവസാന വിസിൽ ആദ്യ പകുതിക്ക് വരുന്നൊരു കാഴ്ച കൂടിയാണ്. 2 ഗോളിന്റെ ലീഡ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു. ഹാഫ് ടൈം സ്കോർ ചെന്നൈയിൻ FC 0, കേരള ബ്ലാസ്റ്റേഴ്സ് 2. ചെന്നൈയുടെ ടച്ചോടുകൂടിയാണ് ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിക്ക് തുടക്കമാവുക. 10 പേരായി ചുരുങ്ങിയ ഓവൻ കോയലിന്റെ സംഗമത രണ്ടാം പകുതിക്ക് ഒരു ഭാഗത്ത് തയ്യാറെടുപ്പുകൾ നടത്തി ആരംഭം കുറിക്കുന്നു. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരിക്കൽ കൂടി കമന്ററി ബോക്സിലേക്ക് മലയാള തത്സമയ വിവരണത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഞാൻ അജു ജോൺ തോമസ്, എന്നോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട മുൻ ഫുട്ബോളർ പരിശീലകൻ കൂടിയായ എബിൻ റോസ്. അജു, വളരെ മനോഹരമായ ഒരു സമയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഒരു 2 ഗോളിന്റെ ലീഡ്, ഒപ്പം തന്നെ എതിർ കളിക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ തന്നെ പുറത്തായി. കോർണർ ഷീൽഡിന്റെ ഭാഗത്തു നിന്നും, പക്ഷേ
രക്ഷപ്പെട്ടു പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് തന്നെയാണ് അവിടെ കോർണർഷീൽ നടത്തിയിരിക്കുന്നത്. നോക്കുക, ആ ഒരു പാസ് റിസീവ് ചെയ്തുകൊണ്ട് ടേൺ ചെയ്ത് ബോക്സിന് അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പിന്നിൽ ഒരു ഇഞ്ച് ഒരു പെർഫെക്റ്റിന്റെ കൊണ്ട് മാത്രമാണ് മനോഹരമായ ഒരു ഗോൾ കാണാൻ സാധിക്കാത്തത്. നോക്കുക, ആ കോച്ചിന്റെ ഓവൻ ഗോളിന്റെ ആ ഒരു എന്താ പറയാ, കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പശ്ചിമഘട്ട മലനിരകളിൽ 1500 മീറ്ററിന് മുകളിൽ ചോലവനങ്ങൾ ഇടകലർന്ന പുൽമേടുകളിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിന്റെ സൗന്ദര്യമുണ്ട്. ഏറെ നാളായി കാത്തിരിക്കുന്ന ആ വിജയ കിരീടത്തിന് ഒരു സാധ്യത കൂടി തുറന്നെടുക്കുന്നു പെപ്ര, ക്വാമി പെപ്ര. സന്ധി ഓവർലാപ്പ് കാണാം. എഡ്രിയാൻ ലൂണ ഒടുവിൽ വീണ്ടും ഒരു ഭാഗത്ത് ഒരു ഉഗ്രൻ ഷോട്ടാണ് വിപിൻ മോഹനൻ, മറുഭാഗത്ത് അതേ രീതിയിൽ ക്വാളിറ്റിയുള്ള ഒരു സേവ് നവാസ്. തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഉറച്ച ഒരു ഗോളാകുമായിരുന്നു. മനോഹരമായ ഒരു ശ്രമം വിപിന്റെ കയ്യിൽ നിന്ന്. കോണർഷീൽ ചെന്നൈക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾക്ക് ശ്രമിക്കുന്നു. ചീമ ബോഡിയിട്ട് ഒരു പാസ് നൽകുന്നു. 4 മിനിറ്റ് അധിക സമയം വിധിക്കപ്പെട്ട സമയത്ത് 10 പേരായി ചുരുക്കപ്പെട്ട ചെന്നൈ ഒടുവിൽ ഒരു ഗോൾ കണ്ടെത്തുന്ന കാഴ്ച കൂടിയാണ്. ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാനാകുമായിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു, പക്ഷേ ഒടുവിൽ ഒരു ഗോൾ വഴങ്ങേണ്ടി വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചെന്നൈ അഭിമാനത്തിന്റെ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്ന അവരുടെ 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും അവരുടെ ആ ഒരു പോരാട്ട വീര്യം. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്ന ഒരു കാര്യം, സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുമ്പോൾ പെട്ടെന്ന് ടീമുമായിട്ട് സെറ്റാവാനുള്ള ഒരു സാഹചര്യം സമയമെടുക്കും. ആ സമയത്തിനടയ്ക്ക് കൃത്യമായിട്ട് അത് വിനിയോഗിച്ചുകൊണ്ട് ചെന്നൈ നേടിയ ഗോള് ഒരു ടീം വർക്കിന്റെ ഗോളാണ്. അതിനോടൊപ്പം തന്നെ അവർക്ക് അർഹതപ്പെട്ട ഗോളുകൾ. അധിക സമയവും കടന്നു പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരികയാണ് വീണ്ടും പ്ലേ ഓഫ് എന്ന ലക്ഷ്യത്തിലേക്ക്. തുടങ്ങി വെച്ച കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ താരത്തിനെ എത്ര വാക്കു വർണ്ണിച്ചാലും മതി വരില്ല. ഹിയർ ഇൻ ചെന്നൈ മറീന അറീനയിലെ ആദ്യ വിജയം സ്വന്തമാക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്.